അൺബോക്സിംഗ് ഡ്യൂഡ് എല്ലാവർക്കും അറിയുന്ന ഒരാളാണല്ലോ അൺബോക്സിംഗ് ഡ്യൂഡ്. അപ്പോൾ അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ കമൻറ്റ് സെക്ഷനിൽ എപ്പോഴും വരുന്ന കാര്യമാണ് ഉപ്പ എവിടെ, ഉപ്പ എവിടെ, ഉപ്പ എവിടെ. അപ്പോൾ ഉപ്പേനെക്കുറിച്ചുള്ള ചാപ്റ്റർ ക്ലോസ് ചെയ്തുകൊണ്ട് അൺബോക്സിംഗ് ഡ്യൂഡ് ഒരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അൺബോക്സിംഗ് ഡ്യൂഡ് വളർന്നു വന്ന സാഹചര്യവും വളരെ ദാരിദ്ര്യത്തിൽ നിന്ന്, അതായത് ചെറുപ്പത്തിൽ തന്നെ ഉപ്പ ഉമ്മേനെ ഉപേക്ഷിച്ചു. അതായത് ഇവർ ലീഗലി ഡിവോഴ്സ്ഡ് ആണ്. എന്നിട്ട് ഈ ഉമ്മയാണ് ഈ രണ്ട് മക്കളെയും വളർത്തിക്കൊണ്ട് വന്നത്. അതിനുശേഷം കോഴിക്കോട്ട് നിന്ന് ഇവർ കൊച്ചിയിലേക്ക് വരുന്നു. കൊച്ചിയിൽ നിന്ന് ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നെ വളർന്നു വരുന്നു. പിന്നെ യൂട്യൂബ് ചാനൽ വഴിയാണ് കേട്ടോ അവർ ഇത്രയും വളർന്ന് എത്തിയത്. അപ്പം എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഉപ്പ എവിടെ, ഉപ്പ എവിടെ. അപ്പോൾ ഉപ്പ ഇപ്പോൾ ലീഗലി ഡിവോഴ്സ്ഡ് ആണ്. ഓർമ്മകളിൽ പോലും ഉപ്പയില്ല. അതായത് 20 വർഷം മുൻപ്. അപ്പോൾ ഡ്യൂഡിനിപ്പം അൺബോക്സിംഗ് ഡ്യൂഡിന് ഇപ്പോൾ 24 വയസ്സ് 25 വയസ്സുണ്ട്. അപ്പം 4-5 വയസ്സുള്ളപ്പം ഉപ്പ അതായത് ഡിവോഴ്സായി പോയതാണ്. അപ്പോൾ ഓർമ്മകളിൽ പോലും ഉപ്പയില്ല എന്ന് പറഞ്ഞാണ് ഇന്നലെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എന്താ പറയുക, ഉപ്പ അത്രയും ഈ 2 ചെറിയ പിള്ളേരെയും ഭാര്യേനെ ഉപേക്ഷിച്ച് ഉപ്പ പോയി. അപ്പം അതിൻ്റെ മറ്റു കാരണങ്ങളും നമുക്കറിയില്ല. ലീഗലി ഡിവോഴ്സ്ഡ് ആണെന്ന് മാത്രമേ അറിയൂ. അപ്പം സ്വാഭാവികമായിട്ടും ലീഗലി ഡിവോഴ്സ്ഡ് ആകുമ്പോൾ ഒരു നഷ്ടപരിഹാര തുക എന്ന് പറഞ്ഞ് എല്ലാ മാസവും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടാവാൻ ആണ് സാധ്യത. പക്ഷെ എന്താണെങ്കിലും നമ്മൾ അതൊന്നും അല്ല പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഈ അൺബോക്സിംഗ് ഡ്യൂഡ് ഒരു 4 വർഷം മുൻപ് ഉപ്പേനെ വിളിക്കുക എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കാറിൽ പോയിരുന്ന് ഉപ്പേനെ ലൈവായിട്ട് ഫോൺ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുകയാണ്. അതിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ വീഡിയോ എടുക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ ചിലപ്പോൾ ഫോൺ എടുക്കില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കുക എന്ന് പറയുന്നില്ല, നോർമൽ കോളായിട്ട് നമുക്ക് ഉപ്പേനെ വിളിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. പക്ഷേ ഫോൺ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കീ 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 എന്നുള്ള ഒച്ച മാത്രമേ ഉള്ളൂ. അപ്പം അവരതൊരു കണ്ടൻ്റ് ആക്കി എടുത്തു. അപ്പോൾ അതിൻ്റെ തംബ്നെയിൽ തന്നെ അങ്ങനെയായിരുന്നു കേട്ടോ. അതായത് ക്യാപ്ഷൻ തന്നെ അങ്ങനെയായിരുന്നു, ഉപ്പേനെ ഫോൺ വിളിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു ക്യാപ്ഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് 20 വർഷം മുൻപ് ഉപേക്ഷിച്ചോ ഈ ഉപ്പേനെക്കുറിച്ച് ഒരു ഓർമ്മ പോലും ഇല്ല. അപ്പം ഈ ഉപ്പേനെയാണോ 4 വർഷം മുമ്പ് കാറിൽ പോയിരുന്ന് വീഡിയോ എടുക്കാനായിട്ട് ഫോൺ വിളിച്ചത്? അറിയില്ല. പിന്നെ അതിന് ശേഷമാണ്, അതിന് മുമ്പാണോന്ന് അറിയില്ല, ഈ അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ അനീതിയും കൂടി ഒരു Q&A ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പ എവിടെ, വേർ ഈസ് മൈ ഉപ്പ. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ടായിരുന്നു ഉമ്മ അന്നേരം ഒന്നും ഇവരുടെ വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ ഉപ്പേൻ്റെ പേര് അബ്ദു എന്നാണ്. കൊറോണ ടൈമിലാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. അപ്പം ഈ കൊറോണ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്വാറന്റൈൻ സമയങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഉപ്പേനെയും ഉമ്മേനെയും കൂടി ഒരുമിച്ച് നമ്മളൊരു വീഡിയോയിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഒരു വീഡിയോ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പേനെക്കുറിച്ച് പറഞ്ഞും പറയാതെയൊക്കെ ആയിട്ട് ഇവർ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന ഉപ്പേനെ ഞങ്ങൾ കൊണ്ടുവരും, ഉപ്പേനെ ഫോൺ വിളിക്കുന്നു, ഇപ്പോൾ ഫോൺ വിളിക്കും, ഇതൊക്കെ ലൈവായിട്ട് കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് ആ ടൈമിലുള്ള വീഡിയോ ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. എങ്കിലിപ്പോൾ 4 വർഷം കഴിഞ്ഞ് ഡ്യൂഡിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് അപ്പം ഇന്നലെയാണ് ഒരു വീഡിയോ ഇട്ട് വന്നത്. അതിനകത്താണ് പറയുന്നത് ഉപ്പേനെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഇല്ല, 20 വർഷം മുൻപേ ലീഗലി ഡിവോഴ്സ്ഡായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെ 2 രീതിയിൽ ചിന്തിക്കാം. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഒരു 4-5 വർഷം മുൻപ് ഡ്യൂഡിന് ഉപ്പേനെക്കുറിച്ച് ഉപ്പയും ഉമ്മയും ലീഗലി ഡിവോഴ്സ്ഡ് ആണ് എന്ന് പറയാനുള്ള ഒരു മെച്യൂരിറ്റിയോ, അല്ലെങ്കിൽ അതെങ്ങനെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് ആൾക്കാരെ ബോധിപ്പിക്കണം എന്നുള്ളൊരു തിരിച്ചറിവോ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ആൾക്കാരുടെ വായ അടപ്പിക്കാനായിട്ട്. ഇപ്പോൾ ഉപ്പ പുറത്തെവിടെയും ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അതിനെക്കുറിച്ച് അധികം മിണ്ടൂലല്ലോ. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ വായ അടപ്പിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി ചിന്തിച്ചിട്ടായിരിക്കാം ഉപ്പ അവിടെയുണ്ട്, ഉപ്പ ഇവിടെയുണ്ട്, കൊറോണ ടൈം കഴിഞ്ഞാൽ ഉപ്പേനെ കൊണ്ടുവരും എന്നുള്ള രീതിയിലൊക്കെ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുക. അതല്ലാതെ മറ്റൊരു രീതി ചിന്തിച്ചാൽ ആൾക്കാരെയൊക്കെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ്, എന്നെ വളർത്തിക്കൊണ്ട് വന്നത് സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് എല്ലാ യൂട്യൂബേഴ്സും എന്ന് പറയും. അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുമായിരുന്നു ഇത്രയും നാൾ. അപ്പം അത് കുറച്ച് പേര് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഒരു 4-5 വർഷം മുൻപ് ഉപ്പയും ഉമ്മയും ലീഗലി ഡിവോഴ്സ്ഡ് ആണ് എന്ന് പറയാനുള്ളൊരു മെച്യൂരിറ്റിയോ, അല്ലെങ്കിൽ അത് പറഞ്ഞാൽ സമൂഹം എങ്ങനെ അതിനെ ഏറ്റെടുക്കുമെന്ന് അറിയാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഉപ്പേനെക്കുറിച്ചുള്ള ടോപ്പിക്ക് ഉപ്പ അവിടെയാണ്, ഉപ്പ ഇവിടെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാകുക എന്ന് തോന്നുന്നു. അതുമാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് വന്ന് ഉപ്പേനെക്കുറിച്ച് പറഞ്ഞത്, ഇന്നലെ ഒരു വീഡിയോ ഇട്ട് വന്ന് പറഞ്ഞത്. അപ്പോൾ കുറേ പേര് പറയും ഇപ്പം പറയാനുള്ള മെച്യൂരിറ്റി ആയി, അതുകൊണ്ടാണ് ഇപ്പം തന്നെ വന്ന് പറഞ്ഞതെന്ന് പറയും. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ,
ഈ ഡ്യൂഡിൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ വ്യൂസ് ഇല്ല. അതായത് കല്യാണ ടൈമിലുള്ള വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇവർ തായ്ലാൻഡോ എവിടെയൊക്കെയോ കുറച്ച് ടൂറൊക്കെ പോയി. ആ സമയങ്ങളിലുള്ള വീഡിയോയ്ക്ക് പോലും അധികം വ്യൂസ് ഇല്ല. അതിനുശേഷം ഇവർ 2 ദിവസം മുൻപേ വീട്ടിലിരുന്ന് ഈ ഡ്യൂഡിൻ്റെ ഉമ്മയും ഡ്യൂഡിൻ്റെ ഭാര്യയും കൂടി മറ്റേ ഡംഷറൽ ആർട്സ് അങ്ങനെയല്ല പറയുക, മറ്റേ ആംഗ്യം കാണിച്ചിട്ട് സിനിമ പേര് പറയുന്നത് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ ഞാൻ നോക്കുമ്പോൾ 19 മണിക്കൂറും കൊണ്ട് 20K വ്യൂസേ ഉള്ളൂ. അതായത് ഒരു 20,000 വ്യൂസാണ് 19 മണിക്കൂറും കൊണ്ട് ഡ്യൂഡിന് കിട്ടിയിട്ടുള്ളൂ. അതൊക്കെ ഡ്യൂഡിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട വ്യൂ ആയിരിക്കും കേട്ടോ, അവർ റീച്ച് ആയതിനു ശേഷമുള്ള. അപ്പോൾ പിന്നെ ഇന്നലെ നോക്കുമ്പോൾ ആ വീഡിയോ കാണുന്നില്ല. കാരണം വ്യൂസ് കുറഞ്ഞത് കൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതായിരിക്കാം. അതായത് വ്യൂസ് കുറഞ്ഞ ഒരു വീഡിയോ, അത്രത്തോളം വ്യൂസ് കുറഞ്ഞൊരു വീഡിയോ ചാനലിൽ കിടക്കണ്ട എന്ന് കരുതി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാവാനാണ് സാധ്യത. അപ്പോൾ കുറച്ച് 5-6-7 ദിവസമായിട്ട് കണ്ടൻറ്റുകളൊന്നും ഇടുന്നില്ല, ഇട്ടതിനാണെങ്കിൽ വ്യൂസ് ഇല്ല. അപ്പോഴാണ് ഉപ്പേൻ്റെ കാര്യം എന്തായാലും ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ പറയാം എന്നുള്ള രീതിയിൽ വന്ന് പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതിപ്പോൾ 16 മണിക്കൂറും കൊണ്ട് തന്നെ 3 ലക്ഷത്തിന് മേളിൽ, 4 ലക്ഷത്തിനെങ്ങാണ്ട് മേളിൽ വ്യൂസ് കയറിയിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക്, ഉപ്പയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വീഡിയോയ്ക്ക്. അപ്പം അങ്ങനെയും ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം. ഇനിയിപ്പോൾ അങ്ങനെയല്ല, മറ്റൊരു രീതിയിലാണ്, വളരെ നല്ല സ്വഭാവത്തോടുകൂടിയാണ് ചിന്തിക്കുന്നതെന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം, എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. അതുകൂടാതെ ഈ യൂട്യൂബേഴ്സിനെ കുറിച്ചും, അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബിൽ തൻ്റെ ഫോളോവേഴ്സിനോട് പറയുന്ന എപ്പോഴും കാര്യമുണ്ട്, നിങ്ങളാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത്, നിങ്ങൾ കാരണമാണ് ഞാൻ ഈ നിലയിലെത്തിയത്, എനിക്ക് നിങ്ങളോട് അതിനുള്ള നന്ദിയുണ്ട് എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേൾക്കാം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇവർ മറ്റൊരു കാര്യം കൂടി ചെയ്യും, കുറേ ഗെയിമിംഗ് ആപ്പുകൾ ഇവരങ്ങ് പ്രൊമോട്ട് ചെയ്ത് വിടും. അപ്പം ഈ അൺബോക്സിംഗ് ഡ്യൂഡൊക്കെ മിക്ക സമയങ്ങളിലും ഗെയിമിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് 1-2 ലക്ഷം ഒന്നും അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നല്ല ലക്ഷക്കണക്കിന് പൈസ കിട്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ആപ്പുകളൊക്കെ ഇവിടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വന്തം ഫോളോവേഴ്സിനെ ചതിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടൊക്കെ തന്നെയാണ്. ഇതിനകത്തൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ല, എല്ലാവരുടെയും പൈസ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണേലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.